നമസ്കാരം. എന്തൊക്കെയായിരുന്നു ഭാവം, എന്തൊക്കെയായിരുന്നു അട്ടഹാസം? ബംഗാൾ ഞങ്ങളുടെ കയ്യിലാണ്, ദേശീയ രാഷ്ട്രീയം ഞങ്ങൾ വിറപ്പിക്കും, ദില്ലി പിടിക്കാൻ ദീദി വരുന്നു എന്നൊക്കെ പറഞ്ഞ് നെഞ്ചു വിരിച്ച് നടന്ന ആ തൃണമൂൽ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നോക്കിക്കേ. ഒരു പഴഞ്ചൊല്ലുണ്ട്, അഹങ്കാരം മൂത്താൽ പിന്നെ അധികകാലം ആയുസ്സുണ്ടാകില്ല എന്ന്. കൃത്യം അതുതന്നെയാണിപ്പോൾ കൊൽക്കത്തയിലും ദില്ലിയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മമതാ ബാനർജിയുടെ ആ തൃണമൂൽ കോൺഗ്രസ് എന്ന സാമ്രാജ്യമിത ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ഒരു പാർട്ടിയിൽ നിന്ന് നേതാക്കൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ജീവനും കൊണ്ട് ഓടണമെങ്കിൽ അവിടെ ഉള്ള അവസ്ഥ എത്രത്തോളം ദയനീയമായിരിക്കണമെന്ന്. ഈ ഒരൊറ്റ ആഴ്ചയ്ക്കുള്ളിൽ മാത്രം ദീദിക്ക് കിട്ടിയത് ഒന്നല്ല, രണ്ട് കനത്ത പ്രഹരങ്ങളാണ്. അതും സാധാരണ അണികളല്ല. പാർലമെന്റിന്റെ ഉപരിസഭയിലിരുന്ന് പാർട്ടിയുടെ മുഖമായി സംസാരിച്ചിരുന്ന വമ്പൻ സ്രാവുകളാണ് പടിയിറങ്ങി ഓടുന്നത്. പ്രമുഖ ദേശീയ മുഖവും തൃണമൂലിലെ രാജ്യസഭാ എം പിയുമായ സുഷ്മിത ദേവ് ഇതാ പാർട്ടിയുടെ എല്ലാ പദവികളും എടുത്തെറിഞ്ഞ് രാജിവെച്ച് ഇറങ്ങിപ്പോയിരിക്കുന്നു. വെറുമൊരു രാജിയല്ല ഇത്. രാജിക്കത്ത് കൊടുത്ത ചൂടോടെ അവർ നേരെ പോയത് എങ്ങോട്ടാണെന്നറിയാമോ? നമ്മുടെ അസം മുഖ്യമന്ത്രി BJPയുടെ കരുത്തനായ നേതാവ് ഹിമന്ത ബിശ്വ ശർമ്മയെ കാണാൻ. കഥ വ്യക്തമല്ലേ? കളി ഇനി കട്ടയ്ക്ക് BJP പാളയത്തിലേക്കാണ് പോകുന്നത്. ഇതിനെയാണ് അസൽ പണി എന്ന് പറയുന്നത്. ഒരു വശത്ത് ബംഗാളിൽ ജനങ്ങൾ ഇവറ്റകളെ അടിച്ചു തറപറ്റിച്ചു, മറുവശത്ത് ദീദിയുടെ സ്വന്തം വിശ്വസ്തർ പാർട്ടിയെ കുപ്പത്തൊട്ടിയിലേക്ക് എറിഞ്ഞ് കാവിപ്പടയിലേക്ക് ചേക്കാറാൻ ക്യൂ നിൽക്കുന്നു. ഇതിലും വലിയൊരു അവഹേളനവും നാണക്കേടും ഇനി മമതാ ബാനർജിക്ക് വരാനുണ്ടോ? നമുക്ക് ഈ സുഷ്മിതാ ദേവിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കാം. അസമിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന സന്തോഷ് മോഹൻ ദേവിന്റെ മകളാണ് ഈ സുഷ്മിത. കോൺഗ്രസിന്റെയും മഹിളാ വിഭാഗത്തിന്റെ അഖിലേന്ത്യാ അധ്യക്ഷയായിരുന്നവരെ വലിയ കൊട്ടും താലപ്പൊലിയും ഒക്കെ ആയിട്ടാണ് 2021 മമതാ ബാനർജി സ്വന്തം പാളയത്തിലെത്തിച്ചത്. എന്തിനായിരുന്നു? അസമിലും ത്രിപുരയിലും പോയി തൃണമൂൽ കൊടിനാട്ടം. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പാർട്ടിയെ വളർത്താൻ ദീദി കണ്ടെത്തിയ ഏറ്റവും വലിയ ആയുധമായിരുന്നു സുഷ്മിതാ ദേവ്. അവരെ കൊണ്ടുവന്ന പാടെ മമത രാജ്യസഭയിലേക്ക് അയച്ചു, പാർട്ടിയുടെ ദേശീയ വക്താവുമാക്കി. പക്ഷെ എന്താണ് സംഭവിച്ചത്? തൃണമൂൽ എന്ന പാർട്ടിയുടെ ഉള്ളിലിരിപ്പ് കണ്ടപ്പോൾ, അവിടുത്തെ അഴിമതിയും ഏകാധിപത്യവും മടുത്തപ്പോൾ സുഷ്മിതയ്ക്ക് മനസ്സിലായി, ഈ മുങ്ങുന്ന കപ്പലിൽ അധികകാലം നിന്നാൽ സ്വന്തം രാഷ്ട്രീയ ഭാവി തന്നെ തീർന്നു കിട്ടുമെന്ന്. ബുധനാഴ്ച രാവിലെ നേരെ രാജ്യസഭാ ചെയർമാന്റെ അടുത്ത് ചെന്ന് MP സ്ഥാനം അങ്ങോട്ട് രാജിവെച്ചു. അതുമാത്രമല്ല, അസമിലെ തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും ഉൾപ്പെടെ സകലമാന സാധനങ്ങളും ദീദിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞാണ് സുഷ്മിത പടിയിറങ്ങിയത്. ദേശീയ തലത്തിൽ പാർട്ടിയെ വളർത്താൻ ദീദി ഏൽപ്പിച്ച വിശ്വസ്ത തന്നെ പാർട്ടിയുടെ കുഴി തോണ്ടാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ തൃണമൂലിന്റെ അഹങ്കാരത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടി കൂടിയാണിത്. ഇത്രയും കാലം BJPയെ ചെറുക്കാൻ തങ്ങൾക്കേ കഴിയൂ എന്ന് വീമ്പ് പറഞ്ഞവർക്ക് സ്വന്തം നേതാക്കളെ പോലും പാർട്ടിയിൽ നിലനിർത്താൻ കഴിയുന്നില്ല എന്ന നാണം കെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സുഷ്മിതാ ദേവ് രാജിവെക്കുന്നതിന് കൃത്യം 2 ദിവസം മുൻപാണ് മറ്റൊരു വൻ ഭൂകമ്പം തൃണമൂലിലുണ്ടായത്. കഴിഞ്ഞ 13 വർഷമായി രാജ്യസഭയിൽ തൃണമൂലിന്റെ ചീഫ് വിപ്പായിരുന്ന മമതയുടെ ഏറ്റവും അടുത്ത ആളായിരുന്നു സുഖേന്ദു ശേഖർ റോയി. അദ്ദേഹവും പാർട്ടി വിട്ടു. വെറുതെ ഒരു സുപ്രഭാതത്തിൽ രാജിവെച്ച് പോവുകയല്ല അദ്ദേഹം ചെയ്തത്. മമതാ ബാനർജിയുടെ യഥാർത്ഥ മുഖം വെളിച്ചത്ത് കൊണ്ടുവരാൻ കൂടി കാര്യങ്ങൾ കൃത്യമായി എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം പടിയിറങ്ങിയത്. ബംഗാളിലെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാവ് തന്നെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്തൊക്കെയായിരുന്നു സുഖേന്ദുവിന്റെ കത്തിലെ വരികൾ? ബംഗാളിലെ വിദ്യാഭ്യാസം തകർന്നു, ആരോഗ്യം നശിച്ചു, വ്യവസായവും തൊഴിലില്ലായ്മയും ഇല്ലാതെ യുവാക്കൾ തെരുവിലലയുന്നു. ഇതിനെല്ലാം പുറമെ സംസ്ഥാനത്ത് നടക്കുന്നത് കടുത്ത ഗുണ്ടാ വിളയാട്ടവും ക്രമസമാധാന തകർച്ചയുമാണ്. ഇതൊക്കെ നമ്മൾ പണ്ടേ പറയുന്നതാണ് എങ്കിലും തൃണമൂലിന്റെ സ്വന്തം MP ഇത് കത്തിലെഴുതി ഒപ്പിട്ട് നൽകുമ്പോൾ മമതയുടെയും കൂട്ടരുടെയും കപട പുരോഗമനവാദങ്ങളുടെ മുഖം മൂടിയാണ് അഴിഞ്ഞു വീഴുന്നത്. താഴെത്തട്ട് മുതൽ ഉന്നത തലം വരെയുള്ള അഴിമതിയും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും കാരണമാണ് ബംഗാളിലെ ജനങ്ങൾ തൃണമൂലിനെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി തള്ളിക്കളഞ്ഞതെന്ന് സുഖേന്ദു ശേഖർ റോയ് പരസ്യമായി തുറന്നടിച്ചു. സ്വന്തം പാർട്ടിയിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന മമതയ്ക്ക് സ്വന്തം സംസ്ഥാനത്തെ സ്ത്രീ പീഡനങ്ങളെയും ഗുണ്ടാരാജിനെയും കുറിച്ച് സ്വന്തം നേതാവ് തന്നെ കുറ്റപത്രം നൽകിയപ്പോൾ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയുമായി. ദീദിയുടെ ആ കപട സാമ്രാജ്യം എത്രത്തോളം ജീർണിച്ചതായിരുന്നു എന്ന് തെളിയിക്കാൻ ഇതിലും വലിയൊരു തെളിവ് വേറെ വേണം. ഇനി നമുക്ക് ബംഗാളിലെ യഥാർത്ഥ ചരിത്രത്തിലേക്ക് വരാം. ദില്ലിയിൽ MP മാർ ഇങ്ങനെ കൂട്ടത്തോടെ രാജിവെക്കുമ്പോൾ കൊൽക്കത്തയിലെ നിയമസഭയിൽ മമതയുടെ കസേര ഇളകിക്കൊണ്ടിരിക്കുകയാണ്. നിയമസഭയിൽ മമതാ ബാനർജി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് 61 തൃണമൂൽ MLA മാരാണിപ്പോൾ വിമത നേതാവ് ഋതബ്രത ബാനർജിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് പ്രത്യേക ഗ്രൂപ്പായി മാറിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കണം, 61 MLA മാർ. ബംഗാളിൽ ഭരണം നിലനിർത്താൻ മമത പാടുപെടുമ്പോൾ സ്വന്തം കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് ദീദി അറിയുന്നില്ലേ? ഈ 61 പേരും നാളെ BJP പാളയത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലേക്കോ നീങ്ങിയാൽ മമതയുടെ ഭരണം അവിടെ തീർന്നു.
പാർട്ടിയിൽ മമതാ ബാനർജിയുടെയും അവരുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയുടെയും കുടുംബവാഴ്ച അസഹനീയമായതുകൊണ്ടാണ് എംഎൽഎമാർ ഇത്തരമൊരു നിലപാടെടുത്തത്. അഴിമതിയുടെ പണം മുഴുവൻ കുടുംബത്തിലേക്ക് മാത്രം ഒഴുകുമ്പോൾ ജനങ്ങളുടെ മുൻപിൽ മറുപടി പറയേണ്ടി വരുന്ന അവശേഷിക്കുന്ന സാധാരണ എംഎൽഎമാർ എത്ര കാലം സഹിക്കും? ദേശീയ പാർട്ടി എന്ന പദവി പോയി സ്വന്തം സംസ്ഥാനത്ത് ഭരണം നിലനിർത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് മമത ചുരുങ്ങിപ്പോയിരിക്കുന്നു. പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ അഴിമതിയും ഗുണ്ടാരാജും അടുത്ത് തൃണമൂലിനെ തൂത്തെറിഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് ഇത്ര പെട്ടെന്ന് തകർന്നടിയുന്നത്? അതിന് പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല, കുടുംബവാഴ്ചയും അന്ധമായ അഴിമതിയും തന്നെ. മമതാ ബാനർജിയും അവരുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയും ചേർന്നാണ് പാർട്ടി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെ നടത്തുന്നത്. വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി ചോരയും നീരും ഒഴുക്കിയ മുതിർന്ന നേതാക്കളെ ഒതുക്കി എല്ലാ അധികാരങ്ങളും പണവും ഈ അനന്തരവന്റെ കൈകളിലേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ തന്നെ പാർട്ടിയുടെ തകർച്ച തുടങ്ങിയിരുന്നു. തൃണമൂൽ സർക്കാരിന്റെ കാലത്ത് ബംഗാളിലെ എല്ലാ മേഖലകളിലും അഴിമതി മാത്രമാണ് നടന്നത്. അധ്യാപക നിയമന അഴിമതി, റേഷൻ അഴിമതി, കൽക്കരി കള്ളക്കടത്ത്, അങ്ങനെ തൃണമൂൽ നേതാക്കൾ തൊട്ടതെല്ലാം അഴിമതിയിലാണ് അവസാനിച്ചത്. പാവപ്പെട്ട ജനങ്ങളുടെ പണം തട്ടിയെടുത്ത് തൃണമൂൽ നേതാക്കൾ കൊട്ടാരങ്ങൾ പണിയുമ്പോൾ ബംഗാളിലെ സാധാരണക്കാർ ദാരിദ്ര്യത്തിലാണ്. ഈ അനീതിക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയതോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നത്. തോൽവിക്ക് പിന്നാലെ പാർട്ടിയിൽ ദീദിയുടെ ഏകാധിപത്യത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ എംപിമാരും എംഎൽഎമാരും പാർട്ടി വിടുമെന്ന ശക്തമായ സൂചനകളാണ് കൊൽക്കത്തയിൽ നിന്നും പുറത്തു വരുന്നത്. മുങ്ങുന്ന കപ്പലിൽ നിന്ന് എലികൾ ഓടിപ്പോകുന്നത് പോലെ തൃണമൂൽ എന്ന തകർന്ന പ്രസ്ഥാനത്തിൽ നിന്ന് സകല നേതാക്കളും ജീവനും കൊണ്ടോടി രക്ഷപ്പെടുകയാണ്. തൃണമൂൽ തകർന്ന് തരിപ്പണമായപ്പോൾ ബംഗാളിലും ദേശീയ രാഷ്ട്രീയത്തിലും ആര് മുന്നേറുന്നു എന്നത് വ്യക്തമാണ്. അത് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ്. അഴിമതിരഹിതവും വികസനത്തിലൂന്നിയതുമായ മോദി ഭരണത്തിന്റെ തണലിലേക്ക് വരാൻ ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനങ്ങളും നേതാക്കളും ആഗ്രഹിക്കുന്നു. സുഷ്മിത ദേവ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ കണ്ട് ചർച്ച നടത്തിയത് ഇതിന്റെ വ്യക്തമായ സൂചനയാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബിജെപിയുടെ കരുത്ത് എത്രത്തോളമാണെന്നത് സുഷ്മിതയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ തൃണമൂലിന്റെ കപട രാഷ്ട്രീയം വെടിഞ്ഞ് ബിജെപിയിലേക്ക് വരാൻ ഒരുങ്ങുന്നത്. 61 വിമത എംഎൽഎമാരുടെ പിന്തുണയോടെ വരും ദിവസങ്ങളിൽ ബംഗാൾ രാഷ്ട്രീയത്തിൽ വലിയ അട്ടിമറികൾ നടക്കാനാണ് സാധ്യത. മമതയുടെ ഭരണം അവസാനിപ്പിച്ച് സുവേന്ദു അധികാരി പദവി ഏറ്റെടുത്തതോടെ കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കുകയാണ്. തൃണമൂൽ എന്ന ദീദിയുടെ അഹങ്കാര സാമ്രാജ്യം തകർന്നടിഞ്ഞു. സ്വന്തം നേതാക്കളെ പോലും നിലനിർത്താൻ കഴിയാത്ത സ്വന്തം എംഎൽഎമാർ തന്നെ തിരിഞ്ഞുകൊത്തുന്ന ഒരു പാർട്ടിയായി തൃണമൂൽ മാറിക്കഴിഞ്ഞു. അഴിമതിയും അക്രമവും എത്ര കാലം മറച്ചുവെച്ചാലും ഒരു ദിവസം അത് പുറത്തു വരുമെന്നതിന്റെ തെളിവാണ് ഇപ്പോൾ കൊൽക്കത്തയിലും ദില്ലിയിലും നമ്മൾ കാണുന്നത്. മമതയുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് നേതാക്കൾ ഓരോരുത്തരായി ബിജെപിയിലേക്ക് ചേക്കേറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബംഗാളിൽ ഉപ്പ് തിന്ന മമതാ ബാനർജിയും മറ്റു തൃണമൂൽ നേതാക്കളും വെള്ളം കുടിക്കുന്ന കാഴ്ച കൂടിയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.